ഹായ്, ഞാൻ സുബിൻ. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചാനലിൽ കമന്റ്സ് ആയും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും വരാറുണ്ട്. വളരെ റെലവെന്റ് ആയ കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ചാനലിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പേഴ്സണൽ ഫിനാൻസും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സംശയങ്ങളിലേക്ക് കടക്കാം. തൃശ്ശൂരിൽ നിന്നും ജോസേട്ടൻ ചോദിക്കുന്നു, വാട്സപ്പ് മെസ്സേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന പഴയ കാറ് 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. പ്രതിഫലം പണമായിട്ടാണ് കയ്യിൽ കിട്ടിയത്. വീട്ടിൽ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നാണ് ജോസേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ജോസേട്ട, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള പണമിടപാടുകൾ ഇൻകം ടാക്സ് നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. ആദായ നികുതി നിയമപ്രകാരം ആരാണോ 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായിട്ട് സ്വീകരിക്കുന്നത് അയാളിൽ നിന്നും തുല്യമായ തുക പിഴ ഈടാക്കാനുള്ള അവകാശം ആദായ നികുതി വകുപ്പിനുണ്ട്. അതുകൊണ്ട് ഇത്തരം ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പലപ്പോഴും ഇതുപോലെയുള്ള കാർ വിൽപ്പന, നമ്മുടെ വീട്ടിലുള്ള കാറുകളൊക്കെ വിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പണമായിട്ടായിരിക്കാം അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളത് ഒരു ബാങ്കിങ് ചാനലിലൂടെ മാത്രം റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന് മറ്റൊരു പോയിന്റ് കൂടി ഉള്ളത്, ജോസേട്ടൻ ഈ പൈസ 3.5 ലക്ഷം രൂപ ആളുടെ സേവിങ്സ് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇൻകം ടാക്സിലേക്ക് ഒരു ഇൻഫർമേഷൻ പോകും, അവർ നോട്ടീസ് അയക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ജോസേട്ടൻ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത് 3.5 ലക്ഷമാണ്. മറ്റ് നിക്ഷേപങ്ങൾ കൂടി 10 ലക്ഷം കവിയുകയാണെങ്കിൽ അതൊരു അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പണമിടപാടുകൾ ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള പണമിടപാടുകളാണെങ്കിൽ അത് ബാങ്കിങ് ചാനലിലൂടെ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ജോബിനാണ് ചോദിച്ചിരിക്കുന്നത്. വിദേശത്തുള്ള ബന്ധുവിന്റെ വീടുപണി നടക്കുന്നു. എന്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക്, അതായത് ജോബിന്റെ സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് അദ്ദേഹം പണം അയക്കുന്നത്. ലേബേഴ്സിന്റെ, മെറ്റീരിയൽസിന്റെ, കോൺട്രാക്ടേഴ്സിന്റെ പൈസയെല്ലാം ഈ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോവലായും അക്കൗണ്ട് ട്രാൻസ്ഫറുമായുമാണ് ചെയ്യുന്നത്. ഇൻകം ടാക്സിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ പണത്തിന് ഞാൻ ഇൻകം ടാക്സ്, അതായത് ജോബിന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണത്. ബന്ധുക്കളുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒക്കെ വീട് പണിക്ക് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ അവർ അയച്ചു തരുന്നു, നമ്മൾ അതെടുത്ത് ചെലവാക്കുന്നു. ഇൻകം ടാക്സ് ആസ്പെക്ടിൽ എന്താണ് ഇതിന്റെ റിലവൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻകം ടാക്സുമായിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ജോബിന് ഇതിൽ ആദായ നികുതി ബാധ്യത വരാനുള്ള സാധ്യതയില്ല. കാരണം ആദായ നികുതി വരുന്നത് ഒരാളുടെ വരുമാനത്തിനാണ്. അപ്പോൾ ജോബിന്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പണം അയച്ചു തരുന്നു. ആ പണം കൊണ്ട് ജോബിൻ ഇവിടുത്തെ വീടുപണിയുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ഇതിൽ ആദായ നികുതി ബാധ്യത ജോബിന് വരാനുള്ള സാധ്യതയില്ല. കാരണം ജോബിന്റെ വരുമാനമല്ല ഇത്. ഇതിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ പലപ്പോഴും ക്യാഷ് ട്രാൻസാക്ഷൻസ്, ഇപ്പൊ ജോബിൻ തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ടാണ് ഇതിൽ ലേബേഴ്സിന് അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിന്റെ പൈസ കൊടുക്കുന്നത് എന്ന്. ക്യാഷ് ട്രാൻസാക്ഷൻസ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് ഇൻകം ടാക്സ് നോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രൂവ് ചെയ്യാനായിട്ട്, ഇത് നിങ്ങളുടെ വരുമാനമല്ല, ഇത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള രേഖകൾ, അതിന്റെ ബിൽസ്, വൗച്ചേഴ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സ്ക്രൂട്ടിനി വരികയാണെങ്കിൽ, ഇൻകം ടാക്സിന്റെ സ്ക്രൂട്ടിനി വരികയാണെങ്കിൽ ഇത് ജോബിന്റെ വരുമാനമല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ജോബിൻ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബിൽസ്, വൗച്ചേഴ്സ്, പേയ്മെന്റ്സ് നടത്തിയതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ കണക്കുകളെല്ലാം സൂക്ഷിച്ചു വെക്കുക. എന്തെങ്കിലും എൻക്വയറി വരികയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഇൻകം ടാക്സ് ബാധ്യത വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസ്, പ്രത്യേകിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇതുപോലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ അതിന്റെ രേഖകളും വൗച്ചേഴ്സും ബിൽസും സൂക്ഷിച്ചു വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അടുത്ത ചോദ്യം മലപ്പുറത്ത് നിന്ന് അബ്ദുൾ റഹ്മാൻ ചോദിക്കുന്നു. റഹ്മാനൊക്കെ ചോദിക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തിന് പണം കടം കൊടുത്തതാണ്, തിരിച്ചു കിട്ടും എന്ന് കരുതിയതല്ല. ഇപ്പോൾ അത് തിരിച്ചു ലഭിക്കാൻ സാധ്യതയുണ്ട്. 80,000 രൂപയുണ്ട്, അത് പണമായി വാങ്ങാമോ എന്നാണ് റഹ്മാനൊക്കെ ചോദിക്കുന്നത്. എന്തായാലും പണം തിരിച്ചു ലഭിക്കുമെന്നറിഞ്ഞത് നല്ല കാര്യം. ആദായ നികുതി നിയമപ്രകാരം 20,000 രൂപയിൽ കൂടുതൽ പണം കടമായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടം വാങ്ങുന്നതും തിരിച്ചു കൊടുക്കുന്നതും ബാങ്കിങ് ചാനലിലൂടെ വേണം എന്ന് നിർബന്ധമുണ്ട്. അതല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഹ്മാനൊക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഈ തുക നമുക്ക് തിരിച്ചു ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഹൃത്തിനോട് പ്രത്യേകം പറയുക, ഇത്
അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെക്ക് തരാനായിട്ട് അക്കൗണ്ട് പേ ചെക്കായിട്ട് പണം തിരിച്ചു തരാനായിട്ട് പറയുക. അടുത്ത ചോദ്യം പാലക്കാട് നിന്ന് നാരായണൻകുട്ടി ചേട്ടൻ ചോദിക്കുന്നു, ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു, റിട്ടയർ ആയി, ഇപ്പോൾ പെൻഷനും മറ്റ് പലിശ വരുമാനവും അടക്കം 4.5 ലക്ഷം രൂപയോളം ഒരു വർഷം വരുമാനമുണ്ട്. വരുമാനം 5 ലക്ഷത്തിന് താഴെ ആയതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. 5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് എത്രയാണോ ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത് ആ പണം സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ടാക്സ് ലയബിലിറ്റി വരാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാൽ തന്നെയും 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നാരായണൻകുട്ടി ചേട്ടന്റെ വരുമാനം. കിഴിവുകളെല്ലാം കഴിച്ചതിന് ശേഷം ഒരാളുടെ വരുമാനം, ഉദാഹരണത്തിന് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള കിഴിവുകൾ കഴിച്ചതിന് ശേഷം ഒരാളുടെ വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് സെക്ഷൻ 87A റിബേറ്റിന് എലിജിബിലിറ്റി വരുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപയിൽ താഴെയാണ് എന്ന് കരുതി ആരും റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. നിങ്ങളുടെ വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. അടുത്ത ചോദ്യം കോഴിക്കോട് നിന്ന് സെബാസ്റ്റ്യൻ ചേട്ടൻ ചോദിക്കുന്നു, KSF-ൽ ചിട്ടി ചേർന്നിട്ടുണ്ട്, 2 മാസങ്ങൾക്ക് മുമ്പ് നറുക്ക് ലഭിച്ച് 20 ലക്ഷം രൂപ ലഭിച്ചു. ഈ തുകയ്ക്ക് ഇൻകം ടാക്സ് അടയ്ക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും സെബാസ്റ്റ്യൻ ചേട്ടൻ വളരെ ഭാഗ്യമുള്ള ആളാണ്. 20 ലക്ഷം രൂപ ചിട്ടിയുടെ നറുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ആദായ നികുതി വരുന്നത് ഒരാളുടെ വരുമാനത്തിലാണ്. ചിട്ടിയുടെ നറുക്ക് ലഭിച്ചത് കാരണം മുഴുവൻ എമൗണ്ടും ഓപ്ഷൻ ഡിസ്കൗണ്ട് ഇല്ലാതെ മുഴുവൻ എമൗണ്ടും സെബാസ്റ്റ്യൻ ചേട്ടൻ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. നറുക്ക് ലഭിച്ച ഈ എമൗണ്ടിന് സെബാസ്റ്റ്യൻ ചേട്ടൻ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. കാരണം ഒരാളുടെ വരുമാനത്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്. ചിട്ടി എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ലോൺ സെനാരിയോ പോലെയാണ്. അതായത് നമ്മൾ നിക്ഷേപിച്ച പണം തന്നെയാണ് നമ്മൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വരുമാനമായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ വലിയ എമൗണ്ടിന്റെ ചിട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ ചിട്ടി അടയ്ക്കാനുള്ള സോഴ്സ് നമ്മളുടെ കയ്യിലുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിന് അനുപാതമായിട്ടുള്ള ചിട്ടികളായിരിക്കണം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരാൾ മാസം 50,000 രൂപയുടെ ചിട്ടിയാണ് ഒരാൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാലറി 25,000 രൂപയാണ്. ഈ പണം എവിടെ നിന്നാണ് ഈ ചിട്ടി വെക്കാനുള്ള ഈ പണം എവിടെ നിന്നാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ വരുമാനവും ചിട്ടിയുടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും മാച്ച് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് നളിനി ചേച്ചി ചോദിക്കുന്നു, റിട്ടയർ ആയപ്പോൾ PF-ഉം ഗ്രാറ്റുവിറ്റിയുമായി ലഭിച്ച തുക സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചു. ഒരു വർഷം 3 ലക്ഷത്തിനടുത്ത് പലിശ ലഭിക്കുന്നുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ, ഇൻകം ടാക്സ് അടയ്ക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നളിനി ചേച്ചി റിട്ടയർ ചെയ്തപ്പോൾ ലഭിച്ച PF ഗ്രാറ്റുവിറ്റി എമൗണ്ട് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. നളിനി ചേച്ചിക്ക് പെൻഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഈ 3 ലക്ഷം രൂപ പലിശ ലഭിക്കുന്നുണ്ട്. മറ്റു കിഴിവുകൾ കഴിച്ച് 3 ലക്ഷത്തിന് താഴെയാണ് നളിനി ചേച്ചിയുടെ വരുമാനം. നളിനി ചേച്ചി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ബാധ്യതയുണ്ട്. 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണ് വരുമാനമായിട്ട് വരുന്നത്. ഇങ്ങനെ സഹകരണ സംഘങ്ങളിലുള്ള നിക്ഷേപത്തിന്റെ പലിശയ്ക്ക് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ കൂടെ നിങ്ങൾക്ക് മറ്റു വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ നളിനി ചേച്ചിക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ 4 ലക്ഷം രൂപയാണ് പെൻഷൻ വരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ 3 ലക്ഷം രൂപ സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള പലിശ വരുമാനം 3 ലക്ഷം രൂപ കൂടി കൂട്ടി 7 ലക്ഷം രൂപയാണ് ടോട്ടൽ വരുമാനം എന്ന് കണക്കാക്കി നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സഹകരണ സംഘങ്ങളിലുള്ള പലിശ നിങ്ങളുടെ വരുമാനത്തിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് പ്രത്യേകിച്ച് എക്സംഷൻസുകൾ ഇല്ല. അത് നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.